ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ്. ഒരു ചെറിയൊരു മോർണിംഗ് വ്ളോഗ്. വെറുതെ രാവിലെ എണീറ്റപ്പം ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പിസ്ത മരമാണ് ഞാൻ കാണിക്കുന്നത്. കൂടാതെ നമ്മൾ ഇതിനെ പറയും മലബാർ ചെസ്റ്റ്നട്ടാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേരറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ കായ്ക്കകത്തൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയാണ് ഇത് വരുന്നത്. അതെ, ഇത് കണ്ടോ, ഇത് തൂങ്ങിക്കിടക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് കാണിക്കുന്ന ഒരു ചെസ്റ്റ്നട്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനലിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അവിടുത്തെ ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റുവേ. വലിയൊരു മരമായിട്ടായി വരുന്നത്. അപ്പം ഒത്തിരി കായ്കൾ കാണും. ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിനെ ഒരു വർഷത്തിൽ ഒരു 5-6 തവണ കായ്ക്കും. പിന്നെ കൂടാതെ ഒരു 10-30 എണ്ണം കായും കിട്ടും. അതിൻ്റെ ആ നട്ട്സ് ഒന്ന് ഉണക്കി വെച്ചിരുന്നാൽ നമുക്കത് ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമേ. ചിലർ പറയുന്ന പിസ്ത ആണെന്ന്, ചിലർ പറയുന്ന മലബാർ ചെസ്റ്റ്നട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ നിന്ന് രാവിലത്തെ സീനറിയും കണ്ടു കഴിഞ്ഞ് ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഇതേ പശുവിൻ്റെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. കറവയ്ക്ക് വേണ്ടി പശുവിനെ ഒക്കെ കുളിപ്പിച്ച് പശുക്കൂടും ഒക്കെ ക്ലീനാക്കി എടുത്തു. ഇനി നമ്മൾ പാല് എടുക്കണം. ഇതിപ്പം ഞങ്ങൾക്ക് ജേഴ്സി പശു, HF പശു, പിന്നെ വെച്ചൂർ പശുവും കൂടെ ഉണ്ട്. ഈ ഇടയ്ക്ക് മിഡിലിൽ കാണുന്നതാണ് വെച്ചൂർ പശു. അത് സ്പെഷ്യലായിട്ട് മേടിച്ച ഒരു പശുവാണ്. പിന്നെ ഞങ്ങൾ പാലെടുക്കുന്നത് ജേഴ്സി പശുവിൻ്റെ പാലാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ HF പശുവിനെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയും നോക്കട്ടെ എന്താവുമെന്ന്. പിന്നെ ഇപ്പം വെച്ചൂർ പശു ഉണ്ട്. വെച്ചൂർ പശുവിനെ ഇങ്ങനെ ഇപ്പം എല്ലാവരും മേടിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കൗ ഷെഡ്. പിന്നെ കൂടാതെ അതിൻ്റെ തന്നെ അടുത്താണ് ആട്ടുംകൂടും ഉണ്ട്, കോഴിക്കൂടും ഉണ്ട്. ഈ ബാക്ക് യാർഡ് ഫാമിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എല്ലാം കൂടെ ബാക്ക് യാർഡ് ഫാമാണ്. ഒരു ചെറിയ ജോയിൻറ്റ് ഫാമാണ്. നിങ്ങൾക്ക് ഇത് അഫോർഡബിളും ആയിരിക്കും. നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ നമുക്കൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു കൗ ഷെഡും ആടും കോഴിയൊക്കെ വളർത്താൻ വേണ്ടി ഒരു അഡ്ജസ്റ്റബിൾ ഒരു കൗ ഷെഡാണ്. കൂടാതെ ഇത് കണ്ട പുല്ലൊക്കെ വെക്കാൻ ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും ഇങ്ങനത്തെ ഡിസൈൻ നോക്കി നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴത്തേക്കിന് എൻ്റെ കറവ എടുക്കാൻ വേണ്ടി വന്നു പപ്പ. അപ്പം കറവ എടുത്ത് പാലെടുക്കുവാണ്. ഇല്ല, കഴിഞ്ഞില്ല. മിൽക്ക് കിട്ടും അല്ലേ? മോർണിംഗ് ഈ പശുവിന് മിൽക്ക് കിട്ടും. ഇനി ഇത് ഇവിടെ വെക്കുവാണോ? എൻ്റെ കൊച്ച് പാല് നോക്കി നോക്കി അത് ഞാൻ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എടുത്ത് ഞാൻ ഒരു വിധത്തിൽ കൊണ്ടുവന്നു.
ഇത് ആട്ടുംപാൽ അത് ഇച്ചിരിയേ ഉള്ളൂ. അപ്പം 2 ആൾക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചാൽ പിള്ളേർക്ക് കൊടുക്കുന്നത്. പിള്ളേർക്ക് ഇവിടെ വരുമ്പം മാത്രമല്ല ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മമ്മി ഇങ്ങനെ ഞങ്ങൾക്കൊരു ആടുണ്ട്, ഒരാടേ ഉള്ളൂ കറവയ്ക്ക്. അപ്പം ഇത്രയും പാല് കിട്ടും. അപ്പോൾ എൻ്റെ 2 കൊച്ചുങ്ങൾക്കും ആട്ടുംപാലായി രാവിലെ. പിന്നെ ഇത് 2 പശുമ്പാലാണ്. ഇത് 2 പശുമ്പാലാണ്. ഉച്ചയ്ക്ക് കറവയില്ല, രാവിലെ കറവയുണ്ട്. അപ്പം രാവിലത്തെ കറവയുടെ പാലാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇപ്പം കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഇത് കണ്ടോ, പത കണ്ടോ, ഇപ്പം അങ്ങോട്ട് കറന്ന് വെച്ചിട്ടേ ഉള്ളു. അപ്പം ഇത് നല്ല ശുദ്ധമായിട്ടുള്ള പാലാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റും വേറെയാണ്. നമ്മൾ ഈ പാക്കറ്റ് പാലും പിന്നെ UAE നമ്മൾ മേടിച്ച് കുടിക്കുന്ന അത് ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പശുമ്പാൽ ഒറിജിനൽ പാലിൻ്റെ ആ ചുവയുണ്ടല്ലോ, അത് വായിന്ന് പോകത്തില്ല. അത്രയ്ക്ക് നല്ല പാലും നല്ല ടേസ്റ്റുള്ള പാലും ഒരു മായവും കുമ്മായവും ഒന്നും ചേർക്കാത്ത പാല്. പിന്നെ നമുക്ക് നെയ്യ് കിട്ടും, തൈര് കിട്ടും, ആവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് എല്ലാം ഉണ്ട്. ഇതായിരുന്നു ആ ബക്കറ്റിനകത്ത് നമ്മൾ പാല് കൊണ്ടുവരും, പിന്നെ അരിച്ചെടുക്കുന്ന. അപ്പോൾ അരിച്ചെടുത്ത വെച്ച പാൽ, ഇനി നമുക്കത് കാച്ചിയെടുക്കണം. അപ്പം ഇത് നമ്മൾ ഉണക്കക്കപ്പയാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ എടുത്ത് ഉണക്കിയ കപ്പയാണ്. ഉണക്കക്കപ്പയും എല്ലും കറിയും ആണ് രാവിലത്തെ ഫുഡ്. അടിപൊളി ടേസ്റ്റാണ്. ഉണക്കക്കപ്പ മമ്മി ഉണ്ടാക്കിയതാണ്. ഉണക്കക്കപ്പയുടെ ടേസ്റ്റും നല്ല രുചിയാണ്. പച്ചക്കപ്പയുടെ കാട്ടിലും എനിക്കിഷ്ടം ഉണക്കക്കപ്പയാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് എല്ലുകറിയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് അതായിരുന്നു. അപ്പോഴത്തേക്കിന് അൽവിനെ ഒരു സൂത്രം പഠിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാനത് എന്നാണെന്ന് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ആനേനെ വരയ്ക്കുന്ന. പിള്ളേർക്കൊക്കെ വരയ്ക്കാൻ പറ്റും. ഇത് ഇങ്ങനെ അവൻ വരച്ച മാതിരി ട്രൈ ചെയ്ത് നോക്ക്, കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവനെ എവിടുന്നോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമെന്ന്. പക്ഷേ നല്ലതായിട്ട് ഒത്തുപോയി. പിന്നെ ഈസിയുമാണ്. അവൻ 7 ഇയേഴ്സ് ആയതേ ഉള്ളൂ. അവൻ അത്രയും ഡ്രോ ചെയ്യാമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്കൊക്കെ ഡ്രോ ചെയ്യാൻ പറ്റും. ഈസി സ്റ്റെപ്സാണ് അവൻ കാണിച്ചു തന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ മേടിച്ചതാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേടിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്. ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രീൻ ഒരു മമന്തരമായിരുന്നു അതിന് വന്നപ്പം തന്നെ. എന്നാലും ഒരു 4-5 ദിവസമൊക്കെ നിന്നു. പിന്നെ അതൊന്ന് ചത്തുപോയി. അപ്പം 4 എണ്ണം പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളന്ന് ഇങ്ങോട്ട് വന്നു, UAE. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോയും കോഴിക്കുഞ്ഞുങ്ങളുമായിട്ടുള്ള കുറേ ക്ലിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഞാൻ വീഡിയോ ഇട്ട് കാണിക്കാം. നിങ്ങളുടെ കൊച്ചുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടും ഈ വീഡിയോ. ഈ ക്ലിപ്പൊന്ന് കാണിച്ചു കൊടുത്താലേ നല്ല രസമാണ്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, വെളി കാക്കയൊന്നും കൊത്തിപ്പറിച്ച് കൊണ്ടുപോകാതെ ഇരിക്കാൻ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. ഇവരൊക്കെ ചെഞ്ഞ് പറിച്ച് തിന്നുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു രസമാണ്. പിന്നെ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ വിടത്തില്ല. അവരെ ഒന്ന് പിടിച്ചുകൊണ്ടും ഇരിക്കും. അങ്ങനെ ഇപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞു വീഡിയോയും കുഞ്ഞു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Till then, bye. Take care. Thanks for watching.